السلام عليكم ورحمة الله وبركاته. إن من جمع الصدقة والصيام وجب الجنة. സ്വതക്കയും നോമ്പും കൂടി ഒരു വിശ്വാസി ഒരുമിച്ച് കൂട്ടിയാൽ അവന് സ്വർഗം ഉറപ്പാണ് എന്ന് ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. പ്രിയപ്പെട്ട വിശ്വാസികൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അൽ ഇഹ്സാനിന്റെ സ്ഥാപനമായ ഊട്ടിയിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ വിദ്യാർത്ഥികളെ വളർത്തിക്കൊണ്ടുവന്ന് വൈജ്ഞാനികമായി നല്ല പുരോഗതി നൽകാൻ ഉദ്ദേശിക്കുന്ന ഊട്ടിയിലെ സ്ഥാപനത്തിന് നിങ്ങളെല്ലാവരും സഹായിച്ച് സ്വർഗം ഉറപ്പുവരുത്തണമെന്ന് വിനീതമായ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. 6 ഘട്ടങ്ങളിൽ 6 സമയങ്ങളിലാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ആവശ്യമുള്ളത്. 6 സമയങ്ങളിൽ നിർബന്ധമായും അല്ലാഹു തആലയുടെ റഹ്മത്ത് നമുക്ക് ലഭിച്ചേ പറ്റും. അത്രയ്ക്ക് വിശാലമായൊരു റഹ്മത്ത് അല്ലാഹു തആലക്ക് നൽകാനുണ്ടോ? നിങ്ങൾ എന്നെ കാണുന്നു എന്നതും ഞാൻ നിങ്ങളെ കാണുന്നു എന്നതും അള്ളാഹുവിന്റെ റഹ്മത്ത് അതിവിശാലമാണ് എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഞാൻ എന്നിലേക്ക് തന്നെ ചിന്തിച്ചാൽ മതിയാകും. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാൾക്ക് 1000 രൂപ കടം കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾക്ക് 1000 രൂപ ഹദിയ നൽകി. രണ്ടാമത്തെ ദിവസം അയാൾ എന്നെ കാണുന്ന സമയത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കുകയോ എന്നോട് പുഞ്ചിരിക്കുകയോ സഹായിച്ചു എന്നർത്ഥത്തിൽ എന്നോടൊരു വാക്ക് പോലും സലാം പോലും പറയുകയോ ചെയ്യുന്നില്ല എങ്കിൽ അയാളെ പറ്റി സ്വാഭാവികമായും ഞാൻ കരുതുന്നത് നന്ദി കെട്ടവനെന്നാണ്. രണ്ടാമത്തെ ദിവസം 3-ാമത്തെ ദിവസം അയാൾക്കൊരു സാമ്പത്തികമായ ആവശ്യം വരുമ്പോൾ 1 രൂപ പോലും നൽകാനുള്ള മനസ്സ് എനിക്കുണ്ടാകില്ല, സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളെയോ നിങ്ങൾ എന്നെയോ കാണേണ്ടവനല്ല. കാരണം എനിക്ക് കാഴ്ച എന്ന വലിയ അപാരമായ, ഒരിക്കലും നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത കഴിവ് തന്ന അല്ലാഹു തആല എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞ, കാണരുതെന്ന് പറഞ്ഞ പല തിന്മകളെയും കണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ 1 മിനിറ്റെങ്കിലും ഞാൻ അവന് നൽകിയ കണ്ണ് എന്ന ഒരു അനുഗ്രഹത്തെ ഞാൻ എടുത്തു കളയട്ടെ എന്ന് എൻ്റെ റബ്ബ് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്നാൽ എത്ര വലിയ റഹ്മത്തായിരിക്കും ആ അല്ലാഹു തആല നമ്മോട് കാണിക്കുന്നത്. വലിയ റഹ്മത്ത്, അളക്കാൻ പറ്റാത്ത റഹ്മത്ത്. ഇബ്നു സിമാഖ് റളിയല്ലാഹു അൻഹു ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ചുറ്റും കൂടിയ കൂട്ടുകാരോട് ചോദിച്ചു, ലോകത്ത് ഏറ്റവും വലുത് എന്താ? അവരിങ്ങനെ ചിന്തിച്ചിട്ട് പറഞ്ഞു, ആകാശം, ഭൂമി, എല്ലാം കൂടി ഈ ലോകം, ഇതാണ് ഏറ്റവും വലുത് എന്ന് പറഞ്ഞപ്പോ ഇബ്നു സിമാഖ് റളിയല്ലാഹു അൻഹു അല്പം മിണ്ടാതെ ഇങ്ങനെ കുറച്ചു നേരം മൗനമായി നിന്നു. അപ്പൊ ശിഷ്യന്മാരെ സ്വാഭാവികമായും ചോദിച്ചു, എന്തേ മിണ്ടാതിരിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു സിമാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ഭൂമിയും ലോകവുമല്ല ഏറ്റവും വലുത്, അല്ലാഹു തആലയുടെ റഹ്മത്താണ് ഏറ്റവും വലുത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു സിമാഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ. നിങ്ങൾ എല്ലാവരും കേട്ട ഒരു ചരിത്രത്തെ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ്. നമ്മൾ എല്ലാവരും കേട്ടതാണ്. അതിന്റെ ഒന്നുകൂടി ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള ആലോചനക്ക് വേണ്ടി നിങ്ങളെ മുമ്പിൽ വെക്കുകയാണ്. 99 ആളെ കൊന്ന ഒരാളെ ചരിത്രം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഞാൻ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങൾ ഇരിക്കുന്ന 2 മിനിറ്റ്, നിങ്ങൾ ഇരിക്കുന്ന 3 മിനിറ്റ്, 4 മിനിറ്റ് നാളെ നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പാസാണ്. അല്ലാഹു തആല ആ രൂപത്തിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. ഈ പരിശുദ്ധമായ മാസം എല്ലാ മാസങ്ങളിൽ നിന്നും ഏറ്റവും നല്ല പവിത്രമായ ഒരു മാസത്തിൽ, സയ്യിദുൽ അയ്യാം എന്ന ദിവസങ്ങളിൽ ഏറ്റവും പവിത്രമായ ഒരു ദിവസത്തിൽ, ഈ ദിവസത്തിൽ പകലിൽ എവിടെയോ ഒരു പ്രത്യേക സമയം അല്ലാഹു തആല അടിമകൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരുമെന്ന് അല്ലാഹു തആല നമുക്ക് വാഗ്ദാനം ചെയ്ത പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പരിശുദ്ധമായ പകലിൽ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നല്ല പവിത്രമായ അല്ലാഹു തആലയുടെ ഭവനത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരു വിശ്വാസി അവന്റെ സമയം പാഴാക്കുന്നുവെങ്കിൽ, ചെലവഴിക്കുന്നുവെങ്കിൽ, അത് ഇൽമിന് വേണ്ടിയാകട്ടെ, അത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ഇബാദത്താണെന്ന് ബഹുമാനപ്പെട്ട നബി ഇമാം പറഞ്ഞ ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ ഈ വിലപ്പെട്ട നമ്മുടെ സമയത്തിൽ നിന്ന് 5 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്.
ഞാൻ വെറുതെ പറയുകയല്ല. 99 ആളെ കൊന്ന ഒരു മനുഷ്യന്റെ ചരിത്രം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്തത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. 99 ആളെ കൊന്ന് 100ാമത്തെ ആളെ കൊന്നിട്ടില്ല. അതിന്റെ മുമ്പ് അയാളെ മനസ്സിൽ തൗബയുടെ ഖൽബ് വന്നു. എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്മാറണം, അല്ലാഹു തആലയോട് ഖേദിച്ചു മടങ്ങണം. ഒരു പണ്ഡിതന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? നീ എത്ര ആളെ കൊന്നു? 99 ആളെ കൊന്നിട്ടുണ്ട്. 99 ആളെ കൊന്ന നിനക്ക് തൗബയോ? നിനക്ക് തൗബയില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് സഹിച്ചില്ല. വലിയ പ്രതീക്ഷയിൽ വന്നതായിരുന്നു. 100ാമത്തെ ആളെയും കൊന്നിട്ടാണ് അയാൾ മറ്റൊരു പണ്ഡിതന്റെ അടുത്തേക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചു പോകുന്നത്. ചുരുക്കുകയാണ്, ആ പണ്ഡിതന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, എനിക്ക് തൗബയുണ്ടോ? പണ്ഡിതൻ പറഞ്ഞു, നിനക്ക് തൗബയുണ്ട്. ഇന്നാലിന്റെ നാട്ടിലേക്ക് നീ ചെല്ലണം. ഇന്നാലിന്റെ നാട്ടിൽ ചെന്നാൽ നിനക്ക് അവിടെ നല്ല കൂട്ടുകെട്ടുണ്ട്, നല്ല സാഹചര്യമുണ്ട്, നല്ല സന്ദർഭങ്ങളുണ്ട്, നിനക്ക് തൗബയുണ്ട്, നീ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ ഇറങ്ങി നടന്നു. നേരെ ആ നാട്ടിലേക്ക് എത്തുന്നതിന്റെ നേരെ മധ്യഭാഗത്തെത്തിയപ്പോൾ ഈ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം അല്ലാഹു തആലയുടെ കാരുണ്യത്തിന്റെ വലിപ്പം. നേരെ സെന്ററിൽ നിന്നാണ് അവര് മരണപ്പെടുന്നത്. റഹ്മത്തിന്റെ മലായിക്കത്ത് വന്നു, അതുപോലെ തന്നെ നരകത്തെ കാക്കുന്ന മലായിക്കത്തും വന്നു. രണ്ടു കൂട്ടരും വന്നിട്ട് ഇങ്ങനെ നോക്കി, രണ്ടു കൂട്ടരും തർക്കത്തിലായി, രണ്ട് വിഭാഗവും. ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകണം? തൗബ ഉദ്ദേശിച്ച് വന്ന ആളാണ്, ഖൽബിൽ തൗബ ചെയ്യണമെന്ന ചിന്തയോടുകൂടെ വന്ന ആളാണ്. അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് റഹ്മത്തിന്റെ മലായിക്കത്ത് പറഞ്ഞപ്പോ മറ്റ് നരകത്തിന്റെ മലായിക്കത്ത് പറഞ്ഞു, അത് പറ്റില്ല, തൗബ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടേ ഉള്ളൂ, അവര് വന്നിട്ടില്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. മസ്ലഹത്താക്കാൻ വേണ്ടി വന്നതാണ്, മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി വന്നതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു അളവെടുക്കാൻ. അളവെടുത്തു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, നേരെ മധ്യഭാഗത്തു നിന്ന് ഒരു ചാൺ അപ്പുറത്തേക്ക്, അതായത് ഒരു കാലടി മാത്രം അപ്പുറത്തേക്ക് ഈ മനുഷ്യൻ നന്നാകാൻ ഉദ്ദേശിച്ച നാടിന്റെ ഭാഗത്തേക്ക് ഒരു ചാണ് അദ്ദേഹം അടുത്തു വെച്ചിട്ടുണ്ട് എന്ന ഒറ്റ കാരണത്താൽ അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന് നമ്മുടെ റബ്ബ് പറഞ്ഞെങ്കിൽ, 100 ആളെ കൊന്ന മനുഷ്യന് ഒരൊറ്റ കാലടിയുടെ വലുപ്പത്തിൽ സ്വർഗം നൽകിയവനാണ് നമ്മുടെ റബ്ബെങ്കിൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് നിരാശപ്പെടേണ്ടതില്ല. ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ, അല്ലാഹു തആലയുടെ അപാരമായ കരുണയെ തൊട്ട് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. ആ ഖുർആനിന്റെ ആയത്ത് ഞാൻ ഒന്നുകൂടി ഓതാം. ആ ഖുർആനിന്റെ ആയത്ത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം യാ ഇബാദി, എന്റെ അടിമകളെ. അല്ലാഹു തആല എത്ര സുന്ദരമായിട്ടാണ് ഈ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത്. എങ്ങനത്തെ അടിമകളാണ്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരവരുടെ ശരീരത്തിന്റെ മേൽ അതിക്രമം കാണിച്ചിട്ടുണ്ട്, എന്നെ ധിക്കരിച്ചവരാണ്, അവര് വൻദോഷവും ചെറുദോഷവും ചെയ്തവരാണ്, എന്നെ ഓർക്കാതെ ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങളെ വിലമതിക്കാതെ നടന്നവനാണ്, ദുനിയാവിന്റെ ബേക്കിൽ പോയവനാണ്, വൻദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൽ സിന ചെയ്തവരുണ്ട്, കൊന്നവരുണ്ട്, കള്ളു കുടിച്ചവരുണ്ട്. എന്നാലും അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നത് ദോഷം ചെയ്തവരെ, തെറ്റ് ചെയ്തവരെ എന്നല്ല. യാ ഇബാദി, എന്റെ സ്നേഹം നിറഞ്ഞ അടിമകളെ എന്ന് അല്ലാഹു തആല അഭിസംബോധന ചെയ്യാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹു തആലന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുതേ. അല്ലാഹു തആലന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുതേ. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് പറഞ്ഞ് എന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അല്ലാഹു തആല പ്രയോഗിച്ചത്, എന്റെ അടിമകളെ, അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശമുറിയരുതേ. അല്ലാഹു തആലയുടെ ഇസ്മുകളിൽ 1000 പേരുകൾ അല്ലാഹു തആലക്കുണ്ടെന്ന് ചില പണ്ഡിതന്മാർ 99ഉം 100ഉം അങ്ങനെ പല അഭിപ്രായം. ആ അല്ലാഹു തആലയുടെ പേരുകളിൽ ഏറ്റവും അഅ്ളമായ പേര് അല്ലാഹ് എന്നതാണെന്നാണ് പ്രബലമായും പല പണ്ഡിതന്മാരും, മിക്കവാറും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ആ അഅ്ളമായ പേരിനോട് ചേർത്താണ് റഹ്മത്ത് എന്ന വാക്കിനെ അല്ലാഹു തആല കണക്ട് ചെയ്യുന്നത്. ഏറ്റവും അഅ്ളമായ പേരിനോട് റഹ്മത്ത് എന്ന കാരുണ്യത്തിന്റെ പേര് കണക്ട് ചെയ്തപ്പോൾ വിശ്വാസികൾക്കൊരു മെസ്സേജ് അല്ലാഹു തആല തരുന്നു. ഏറ്റവും അഅ്ളമായ, ഏറ്റവും മണ്ണമായ അല്ലാഹുവിന്റെ പേരിനോട് കൂടെ റഹ്മത്ത് ചേർത്തത് കൊണ്ട് നിങ്ങൾക്കാർക്കും മനസ്സിൽ കരുതാൻ കഴിയാത്തത്ര വിശാലമായ റഹ്മത്ത്
നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് മരിക്കാൻ പേടിയാണ്, പക്ഷേ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നമുക്ക് ആശയുണ്ട്. എന്റെ ഉമ്മ എന്നെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മെ നല്ലപോലെ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ഉപ്പ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്, എന്റെ കൂട്ടുകാർ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ ഉസ്താദുമാർ അധ്യാപകന്മാർ മനസ്സറിഞ്ഞെന്നെ സഹായിക്കുന്നുണ്ട്. ലോകത്തുള്ള കോടാനുകോടി ജനങ്ങൾ, ലോകത്തിന്റെ ആദ്യം മുതൽ ഖിയാമത്ത് നാൾ വരെ ലോകത്ത് ആരൊക്കെ ആരോടൊക്കെ കരുണ കാണിച്ചോ, സ്നേഹിച്ചോ, സഹായിച്ചോ, നല്ല മനസ്സ് കാണിച്ചോ, നല്ല രൂപത്തിൽ ഇടപെട്ടോ, അതെല്ലാം മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹു തആലയുടെ കരുണയിൽ നിന്നുള്ള ഭാഗമാണ്. അത്ഭുതം അതല്ല, മഹാന്മാർ രേഖപ്പെടുത്തുന്നു, വസിഅതു കുല്ല ഷൈഇൻ ഇന്ന റഹ്മതി ഇന്ന റഹ്മത്തുല്ലാഹി വസിഅതു കുല്ല ഷൈഇൻ. എന്റെ കരുണ ലോകത്തുള്ള സർവോന്മുഖമായ എല്ലാ ശൈഉകളോടും എല്ലാ വസ്തുക്കളോടും ബന്ധിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നതിന്റെ കീഴ്ഭാഗത്ത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു 100 റഹ്മത്ത്. നിങ്ങൾ കേട്ടതായിരിക്കും, അല്ലാഹു തആലക്ക് 100 റഹ്മത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ദുനിയാവിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ജനങ്ങളും പരസ്പരം കാണിക്കുന്ന എല്ലാ റഹ്മത്തും അല്ലാഹു തആലയുടെ 100 റഹ്മത്തിൽ നിന്നുള്ള ഒരൊറ്റ റഹ്മത്താണ്. ബാക്കി 99 റഹ്മത്ത് എവിടെയാണ്? ഈ ഒരു റഹ്മത്തിൽ അമുസ്ലിങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്, ഒരു വിശ്വാസവും ഇല്ലാത്തവരുണ്ട്, എല്ലാവർക്കുമുള്ള റഹ്മത്താണ് 100ൽ ഒരു റഹ്മത്ത്. ബാക്കി 99 അൽഹംദുലില്ലാഹ് ثم الحمد لله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله എന്ന ഈ മഹത്തായ വാക്യം നെഞ്ചോട് ചേർത്ത ഇസ്ലാം എന്ന പവിത്രമായ സംഘത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ നമുക്കൊക്കെ ഭാഗ്യം ലഭിച്ച ആ വലിയ ഭാഗ്യവാന്മാരായ നമുക്ക് വേണ്ടിയാണ് ആഖിറത്തിലേക്ക് 99 റഹ്മത്തിനെയും അല്ലാഹു തആല മാറ്റിവെച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എത്ര നല്ല സൂചനയാണ് റഹ്മത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്. വകുല്ലു അംരിൻ ദീബാലിൻ ലം യബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അബ്തറു. നിങ്ങളുടെ ഏതൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന്റെ മുമ്പെല്ലാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ടില്ലെങ്കിൽ അതിന് ബറക്കത്തില്ല എന്നല്ലേ? ഒരു ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ ഒരു വിശ്വാസി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു വാക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പറയണമെന്ന് മുത്തുനബി പഠിപ്പിച്ചത്. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദൈനംദിന ജീവിതത്തിൽ ഒരു വിശ്വാസി പുലർത്തുന്ന വാക്കിൽ നാം അല്ലാഹു തആല വിശേഷിപ്പിക്കുന്നത് 2 വിശേഷണങ്ങളാണ്. ഒന്ന് റഹ്മാനാണ്, മറ്റൊന്ന് റഹീമാണ്. രണ്ടും അല്ലാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ്, റഹ്മത്തിനെ ഉദ്ദേശിപ്പിക്കുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു 6 ഘട്ടങ്ങളിലാണ് നമുക്ക് അല്ലാഹു തആലാന്റെ റഹ്മത്ത് വേണ്ടത്. അല്ലാഹു തആലാന്റെ റഹ്മത്തില്ലാതെ നമ്മൾ രക്ഷപ്പെടുമെന്ന് നമ്മൾ ഒരിക്കലും വ്യാമോഹിക്കേണ്ട. അല്ലാഹു തആലാന്റെ റഹ്മത്തില്ലാതെ നമ്മൾ പല പ്രതിസന്ധികളും വിട്ടുകിടക്കുമെന്ന് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റഹ്മത്താണ് മുന്നിൽ വേണ്ടത്. ബനു ഇസ്രായേലുകാരനായ ഒരു വ്യക്തിയുടെ ചരിത്രം മഹാന്മാരെ രേഖപ്പെടുത്തിയ ഒരു കിതാബിൽ കാണാം. 500 കൊല്ലമാണ് അയാൾ ഇബാദത്തെടുത്തത്. 500 കൊല്ലം അയാൾ ഇബാദത്തെടുത്തു. ഒരു മലക്ക് മുകളിലാണെന്നും ഒരു ദ്വീപിലാണെന്നും അഭിപ്രായമുണ്ട്. 500 കൊല്ലം ഇബാദത്തെടുത്ത ആ മനുഷ്യൻ ഈ 500 കൊല്ലത്തിന്റെ ഇടയിൽ ഒരൊറ്റ സൃഷ്ടിയോടും ബന്ധപ്പെട്ടിട്ടില്ല. അല്ലാഹു തആലക്ക് ഇബാദത്തെടുക്കുക എന്നതല്ലാതെ മറ്റൊരു ചിന്തയും അയാളെ ഖൽബിൽ വന്നിട്ടില്ല. 500 കൊല്ലം ഇബാദത്തെടുത്ത് ആ മനുഷ്യൻ ആഖിറത്തിലെത്തിയപ്പോൾ അല്ലാഹു തആല മലായികത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 500 കൊല്ലം ഇബാദത്തെടുത്ത ഈ മനുഷ്യൻ എന്റെ ഔദാര്യം കൊണ്ട് അയാളെ സ്വർഗത്തിൽ കടത്തണം. ഈ മനുഷ്യൻ അല്ലാഹു തആലയോട് തിരിച്ചു പറഞ്ഞു അത്രേ, റബ്ബേ 500 കൊല്ലമാണ് ഞാൻ ഇബാദത്തെടുത്തത്. 500 കൊല്ലം ഇബാദത്തെടുത്തത് വെറും ഒരു ഇബാദത്തായിരുന്നില്ല. ഞാൻ 500 കൊല്ലം നിന്നെ മാത്രം ചിന്തിച്ച് വേറൊരു സൃഷ്ടിയോടും ബന്ധപ്പെടാതെ ദുനിയാവെന്ന ചിന്തയില്ലാതെ സമ്പത്ത് ലാഭിക്കണമെന്നോ സമ്പത്ത് ഒരുപാട് ഉണ്ടാക്കണമെന്നോ ലക്ഷ്യമില്ലാതെ നിന്നെ മാത്രം ആലോചിച്ച് 500 കൊല്ലം ഇബാദത്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇബാദത്തിന്റെ ഫലമായി എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം.
ആ ഇബാദത്തിന്റെ ഫലമായി എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണം. നിന്റെ ഔദാര്യം കൊണ്ടല്ലല്ലോ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹു തആല ഒരു പരീക്ഷണത്തിന് തയ്യാറായി. അയാൾ 500 കൊല്ലം ചെയ്ത ഇബാദത്ത് മുഴുവൻ മീസാനിൽ ഒരു തുലാസിൽ വെച്ചു. എന്നാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല അയാൾക്ക് കൊടുത്ത കണ്ണ്, കാഴ്ച എന്ന ഒരൊറ്റ അനുഗ്രഹം മാത്രം മീസാനിലെ മറ്റേ തുലാസിൽ വെച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, കാഴ്ച എന്ന ഒറ്റ അനുഗ്രഹം കൂടുതൽ കനം തൂങ്ങി. 500 കൊല്ലം അയാള് റബ്ബിനെ മാത്രം ചിന്തിച്ചു ചെയ്ത ഇബാദത്ത് അല്ലാഹു തആല അവർക്ക് നൽകിയ കാഴ്ച എന്ന അനുഗ്രഹത്തിനോട് പോലും തുല്യമാകാൻ കഴിഞ്ഞില്ല എങ്കിൽ അവന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ നമ്മൾ എങ്ങനെയാണ് രക്ഷപ്പെടാനുള്ളത്? 6 ഘട്ടത്തിൽ നമുക്ക് അവന്റെ റഹ്മത്ത് നിർബന്ധമാണ്. എല്ലാ സമയത്തും നിർബന്ധമാണ്. 6 ഘട്ടത്തിൽ നിർബന്ധമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ആ 6 ഘട്ടത്തിന് റഹ്മത്തിന് വേണ്ടി എപ്പോഴും നമ്മളെ യാചിക്കണം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വേണ്ടത് ഈ 6 ഘട്ടം പ്രധാനമായി വേണം. പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഘട്ടം മരണത്തിന്റെ സമയമാണ്. ഒന്നാമത്തെ അള്ളാഹുവിന്റെ റഹ്മത്ത് വേണ്ട ഘട്ടം മരണത്തിന്റെ സമയമാണ്. 2 ഖബറാണ്. ഇന്നലെ ഖബറിനെ പറ്റി നമ്മൾ സംസാരിച്ചതാണ്, അതിലേക്ക് കടക്കുന്നില്ല. ഖബർ അല്ലാഹു തആലാന്റെ റഹ്മത്തില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. 3 ഹിസാബ് എടുക്കുന്ന സമയമാണ്. അല്ലാഹു തആല നമ്മുടെ ഹിസാബ് എടുക്കുന്ന സമയം. ഓരോരോ സെക്കൻഡും നീ എന്തിനെ ചെലവഴിച്ചു എന്ന് നമ്മുടെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന ഘട്ടം. റബ്ബിന്റെ റഹ്മത്തില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. 4 മഹ്ശറ എന്ന മഹാസഭയിൽ അല്ലാഹു തആലയുടെ റഹ്മത്ത് ആവശ്യമാണ്. 5 മീസാൻ എന്ന നന്മ തിന്മ തൂക്കുന്ന ഘട്ടത്തിൽ റബ്ബിന്റെ റഹ്മത്തില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മുഅ്മിനീങ്ങളെ. 6 സിറാത്തു പാലം എന്ന അതിഭീകരമായ ഒരു അവസ്ഥ നമുക്ക് താണ്ടേണ്ടതുണ്ട്. ആ അവസ്ഥയിൽ അല്ലാഹു തആലയുടെ റഹ്മത്തില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ 6 ഘട്ടത്തിലും നമുക്ക് അല്ലാഹു തആലയുടെ റഹ്മത്ത് വേണം. പ്രത്യേകിച്ച് ഈ 6 ഘട്ടത്തിൽ ജീവിതത്തിലുടനീളം വേണം. അതിന് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ ആവർത്തിച്ചു നമ്മൾ ഈ 10 ആവർത്തിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു തആലയോട് ചോദിച്ചാൽ റഹ്മത്ത് അവൻ തരും. അല്ലാഹു തആലയോട് ചോദിക്കാൻ റമളാനിലല്ലാതെ പിന്നെ എപ്പോഴാണ് നമ്മൾ അവസരം കാണുന്നത്? 2 ദിവസം നമ്മൾ പിന്നിടുകയാണ്. ഏത് സമയത്താണ് റബ്ബിനോട് ഞാൻ റഹ്മത്തിനെ പേഴ്സണൽ ചോദിച്ചത് എന്ന് നമ്മളൊക്കെ മനസ്സിൽ കൈവച്ചു ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് റഹ്മത്ത് കിട്ടാനുള്ള യോഗ്യതയുണ്ടോ ഇല്ലേ എന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇവിടെ നിന്നിറങ്ങുമ്പോൾ, പള്ളിയിൽ നിന്നിറങ്ങുമ്പോൾ വളരെ ഗൗരവത്തോടുകൂടെ എനിക്കെന്റെ റബ്ബിന്റെ റഹ്മത്ത് വേണം എന്ന ചിന്തയോടുകൂടെ ഇറങ്ങുക. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഉറപ്പ് അല്ലാഹു തആല നിങ്ങൾക്ക് സ്വർഗം തരും. നമുക്ക് അല്ലാഹു തആല സ്വർഗം തരും. ഭാഗ്യം നൽകുമാറാകട്ടെ. അതിന് നമ്മൾ ആരെങ്കിലും അല്ലാഹു തആലയോട് ചോദിക്കാറുണ്ടോ? ചോദിക്കേണ്ട മുറപ്രകാരം ഏത് ദിവസമാണ് നമ്മൾ ചോദിക്കാറുള്ളത്? ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് റബ്ബിനോട് ചോദിക്കേണ്ടത്, അതിന്റെ അദബ് എന്താണെന്ന് വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും നമുക്ക് സംസാരിക്കാം. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളെ എല്ലാ അമലുകളും ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും ഞങ്ങളിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ്. യാ അല്ലാഹ്, നിന്റെ നൂറാവുന്ന പരിശുദ്ധമായ ഇൽമ കേൾക്കാൻ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ റഹ്മത്തിന്റെ 10 പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമായ നിന്റെ ഭവനത്തിൽ കുറഞ്ഞ സമയം ഞങ്ങൾ ഇരുന്നു. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ മൂടണേ റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ അല്ലാഹ്. യാ അല്ലാഹ്, ഇരു വീട്ടിലും ഞങ്ങളെ വിജയിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങളെ വന്യരായ ഉസ്താദ് ഖബർ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗമാക്കണേ അല്ലാഹ്, ദറജ ഉയർത്തണേ റഹ്മാനെ. ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ചെയ്യുന്ന എല്ലാ ഖൈറാത്തുകളുടെയും സവാബ് ഉസ്താദിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവർ, ഈ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഊട്ടിയിലെയും അട്ടപ്പാടിയിലെയും അടക്കം എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. എല്ലാവരെയും നീ അറിയാം, അവരെ നീ സഹായിക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഇന്ന് ഈ സ്ഥാപനത്തിന്റെ ഊട്ടിയിലെ സ്ഥാപനത്തിന് വേണ്ടി സഹായം ചോദിച്ചപ്പോൾ തന്ന ആളുകളുണ്ട്. ഇന്നമൻ ജമഅ സദഖത വസിയാമ വജബൽ ജന്ന. സദഖയും നോമ്പും
ഒരുമിച്ച് കൂട്ടിയ ആളുകൾ റബ്ബേ അവർക്ക് സ്വർഗമുണ്ടെന്ന് മഹാന്മാരെ പഠിപ്പിച്ചത് ഞങ്ങൾക്കറിയാം. ആ ഗണത്തിൽ ആ പാവങ്ങളായ മുഅ്മിനീങ്ങളെ പെടുത്തണ റഹ്മാനെ. ഞങ്ങളെല്ലാ കാര്യത്തിലും വലിയ ബർക്കത്തും വലിയ റാഹത്തും സന്തോഷവും നീ നൽകണ റഹ്മാനെ. റബ്ബേ ഞങ്ങളെ വീട്ടിലുള്ള ഞങ്ങളെ ഉമ്മമാർ, ഞങ്ങളെ ഭാര്യമാരെ, ഞങ്ങളെ പെൺകുട്ടികൾ, ഞങ്ങളെ സഹോദരിമാർ, യാ അല്ലാഹ് ഞങ്ങളെ പോലെ പുറത്തിറങ്ങി പള്ളിയിലേക്ക് വന്ന് ഇബാദത്തിനോ ദിക്ർ മജ്ലിസിനോ സ്വലാത്ത് മജ്ലിസിനോ അവര് പങ്കെടുക്കുന്നില്ല. നീ പറഞ്ഞതനുസരിച്ച് അവര് പങ്കെടുക്കാതെ നിന്നെ അനുസരിച്ച് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നവരാണ്. പക്ഷേ അവർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഖിദ്മത്തുകൾ അറ്റമില്ലാത്തതാണ്. റബ്ബേ അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങൾ ഉമ്മമാരിൽ നിന്ന്, ഉപ്പമാരിൽ നിന്ന്, ഞങ്ങൾ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട്. സ്വർഗം നൽകണേ അല്ലാഹ്, ഖബർ സ്വർഗമാക്കണേ റഹ്മാനെ. യാ അല്ലാഹ് ജീവിച്ചിരിക്കുന്നു ഞങ്ങൾ ഉമ്മമാർ, ഞങ്ങൾ ഉപ്പമാർ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം തന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, യാ അല്ലാഹ് ഞങ്ങളുടെ ജീവിതത്തിൽ പരിചയപ്പെട്ട ഞങ്ങളോട് ബന്ധമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ആരൊക്കെയുണ്ടോ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. യാ അല്ലാഹ് റമളാൻ അനുകൂലമാക്കണേ അല്ലാഹ്, പ്രതികൂലമാക്കരുതേ റഹ്മാനെ. റമളാനിനെ യാത്രയാക്കുമ്പോഴേക്ക് ഞങ്ങളെ ഖൽബ് നിന്റെ നൂറ് കൊണ്ട് പ്രകാശിക്കണം. തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാതെ നിന്നെ ചിന്തിച്ച്, നിന്നെ ആലോചിച്ച്, നിന്നെ സ്നേഹിച്ച് റബ്ബേ നിന്നെ ഭയപ്പെട്ട് മരണം വരെ ജീവിക്കാൻ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനും സാധുക്കളായ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.